പി കൃഷ്ണദാസ് ഭിന്നിപ്പുണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു ഭേദഗതി എന്നുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അത് ഉന്നയിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അമുസ്ലിങ്ങളെ എന്തിനാണ് വഖഫ് ബോർഡിലേക്ക് എത്തിക്കുന്നത്? അല്ലാഹുവിൻ്റെ പേരിൽ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട സ്വത്താണ് വഖഫ് എന്നുള്ളത്. അവിടെ എന്തിനാണ് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വരുമോ എന്ന് ചോദിക്കുന്നു. ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ പാർലമെന്റിൽ പറഞ്ഞല്ലോ, ഗുരുവായൂരിൻ്റെ കാര്യത്തിൽ അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്നുള്ളൊരു ചോദ്യം. എന്താണ് ഇതിൽ ബി ജെ പിക്കുള്ള മറുപടി? വഖഫിൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മുസ്ലിം ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന പോലെയോ ഉള്ള ഒരു സ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന, ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊതുവായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള, എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഇടപെട്ട് ചോദിക്കട്ടെ, അതായത് അല്ലാഹുവിന്റെ പേരിൽ മതപരമോ ജീവകാരുണ്യപരമോ ആയിട്ടുള്ള ആവശ്യത്തിന് സമർപ്പിക്കപ്പെട്ട സ്വത്തായി വഖഫിനെ ബി ജെ പി കാണുന്നില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ, അതിന്റെ വിവക്ഷ അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല അതിനെ കാണുന്നത്. ആര് കാണുന്നത്? പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉയർത്തുന്ന വാദം എല്ലാവരും അങ്ങനെ കാണുന്നില്ലല്ലോ. ആരും അങ്ങനെ കാണുന്നില്ല. ആരാണ് എല്ലാവരും? അങ്ങനെ ആരെങ്കിലും കണ്ടോ? അല്ല, അങ്ങനെ പ്രത്യേകമായി ഇന്ന കാര്യത്തിന് വേണ്ടി ഉള്ളതല്ല എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു പാസാക്കിയതാണ് വഖഫ് നിയമം. എന്തിനായിരുന്നു? അന്ന് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി ഈ വഖഫിലേക്കാണ് നൽകിയിട്ടുള്ളത്. പിന്നീടിൽ 64 കേന്ദ്ര വഖഫ് കൗൺസിൽ വരുന്നു, 95 ബോർഡ് രൂപീകരിക്കുന്നു, 54 95 ഭേദഗതി ചെയ്യുന്നു. ഈ ഘട്ടത്തിലൊക്കെ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് നൽകുന്നതാണ് അതിലെ ഭൂമി. അതെങ്ങനെയാണത് എല്ലാവരുടേതുമാകുന്നത്? ഞാൻ എല്ലാവരുടേതും എന്നുദ്ദേശിച്ചത് ആ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ മറ്റേതെങ്കിലും ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിനൊരു അർത്ഥമേ ഇല്ല. അങ്ങനെയെങ്കിൽ പി കൃഷ്ണദാസ്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ സമിതിയിലേക്ക്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ബോർഡിലേക്ക് രണ്ട് അമുസ്ലിങ്ങൾ വേണമെന്ന നിർദ്ദേശം വരിക? എന്താണ് അതിന്റെ ഉദ്ദേശം? അവിടെ അങ്ങനെ മാത്രമല്ലല്ലോ, അതുമായി അങ്ങനെ മാത്രമല്ലെങ്കിൽ ആ പോയിന്റ് ഒന്ന് വിശദീകരിക്കൂ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നേരത്തെ ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞല്ലോ, സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് അത് പോസിറ്റീവായ കാര്യം. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ തിരികെ കയറ്റിക്കൊണ്ട് കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു നീക്കം നിങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കണം. എന്തിന് അമുസ്ലിങ്ങൾ? അങ്ങനെ പോസിറ്റീവായ കാര്യത്തെ കണ്ടുകൊണ്ട് ഏതെങ്കിലും നെഗറ്റീവായ കാര്യം ചെയ്യാൻ എന്നുള്ള അങ്ങയുടെ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങയുടെ വിവക്ഷ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്ത്രീകളുടെ പ്രാതിനിധ്യത്തോടു കൂടി ഒരു മുത്തലാഖിന്റെ കാര്യത്തിൽ ഏതെങ്കിലും സ്ത്രീ സമൂഹം അതിന് എതിരായി നിൽക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ വിഭാഗവും സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ ഏതെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവക്ഷ നടത്തിക്കൊണ്ട് അതിന് ചർച്ച കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ആ വഴിക്ക് പോകും. ഇതൊന്ന് വിശദീകരിക്കൂ. എന്തിനാണ് രണ്ട് അമുസ്ലിങ്ങൾ? ഇതിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലപ്പോഴായി അതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പല മാറ്റങ്ങളും പല കാരണങ്ങൾ കൊണ്ട് നടപ്പാക്കാതെ വരികയോ അതല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. ഒരു പക്ഷേ സ്വാഭാവികമായും സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ സ്ത്രീ സമൂഹം, മുസ്ലിം സമൂഹത്തിലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്
ജാതി മത വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനവും അടിസ്ഥാനമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചർച്ചയുടെ ഭാഗമല്ലേ ഇത്? അല്ല, ഞാൻ മുത്തലാഖുമായി ബന്ധപ്പെട്ട പറഞ്ഞത്, മുത്തലാഖ് ചൊല്ലുന്ന മുസ്ലിം പുരുഷൻ ക്രിമിനൽ കേസ്, അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാം. പക്ഷെ അതേസമയം ഹിന്ദു പുരുഷനാക്ക് അത്തരത്തിൽ ക്രിമിനൽ കേസല്ലല്ലോ വരുന്നത്. ആ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതിലാണ് നിങ്ങൾ നിങ്ങൾ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു എന്നൊരു വശത്ത് പറയുന്നു, അപ്പുറത്ത് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നു. അവിടെയാണ് വ്യത്യാസം വരുന്നത്. താങ്കൾക്ക് ഈ അമുസ്ലിങ്ങളെ ചേർത്തതിനെ കുറിച്ച് എങ്ങനെ വിശദീകരിക്കാനാകും? എന്തിനാണ് വഖഫിൽ 2 അമുസ്ലിങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് പോകാം. അതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമായി വന്നിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും ഏത് സാഹചര്യത്തിലാണ് ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരട്ടെ. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത്, നിലവിലെ സംവിധാനത്തിന് മാറ്റം വരുന്നത്, കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതെല്ലാം പാർലമെന്റിൽ ചർച്ചയാകുമല്ലോ. യാഥാർത്ഥ്യമുണ്ട്. ശ്രീകൃഷ്ണ, താങ്കളിലേക്ക് വരാം. ശ്രീ VPP മുസ്തഫ, വിടുക എന്നുള്ളത് ഒരു പൂർത്തിയാക്കൂ. JPCക്ക് വിടുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല, ഒരു പുതിയ കാര്യമല്ല. പുതിയ സാഹചര്യത്തിൽ JPCക്ക് വിടേണ്ടി വരുന്നു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പുതിയ കാര്യമാണ്. ശ്രീ കൃഷ്ണദാസ്, താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.